പാലക്കാട് മഴ ശക്തി പ്രാപിച്ചു. പുതുപ്പള്ളി തെരുവിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. വീട്ടുകാർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പത്തുകുടി ഭാഗത്തെ തട്ടുകട നടത്തുന്ന ഷാഹുൽ ഹമീദിന്റെ വീടാണ് തകർന്നത്. ഓടിട്ട വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ അടുക്കള ഭാഗത്തായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം തന്നെ മഴയിൽ വീട് ഭാഗികമായി തകർന്നിരുന്നു. വീട് മാറാനുള്ള ഒരുക്കത്തിനിടെയാണ് ഇന്ന് നിലംപൊത്തിയത്. ഇന്നലെ രാത്രി സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മസാങ്കാലത്ത് പറഞ്ഞു നമുക്ക് പോകാം, വേറെ താമസിക്കാൻ പോകാറ്. അമ്മസാങ്ക അയ്യ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ 7 to 7:30 ഉള്ളിലാണ് സംഭവം നടന്നത്. അപ്പോൾ ഇങ്ങനെ സൗണ്ടോടെ എല്ലാവരും ഞങ്ങൾ ബാക്കിൽ എല്ലാവരും ഓടി. സുഖമില്ലാത്ത അമ്മസാങ്കയാണ്. അപ്പോൾ ഞാൻ അമ്മസാങ്ങനെ വിളിച്ച് വേഗം ബാഗ് ഓടി, എല്ലാവരും പാടെ ഓടി. ഇതിനാണ് കയറി വന്നു. പിന്നെ ഇന്ന് രാവിലെ 7 to 7 മണിൻ്റെ ഉള്ളിൽ അപകടമൊന്നും ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഷാഹുൽ ഹമീദും ഭാര്യയും ജ്യേഷ്ഠത്തിയും അമ്മയുമാണ് കൂടെയുണ്ടായിരുന്നത്. പുതിയ ബൈക്കും തട്ടുകട നടത്തുന്ന സൈക്കിൾ വണ്ടിയും പൂർണ്ണമായും തകർന്നു. ഞാനും ഹസ്ബൻഡിന്റെ ഉമ്മയും ഉപ്പയും ഒരു പെങ്ങളും, സുഖമില്ലാത്ത പെങ്ങളും അമ്മസംഖ്യയുണ്ട്. ഒക്കെ മാസം കുടിയേക്കുന്ന ആൾക്കാരാണ്. പ്രഷർ, ഷുഗർ, പിന്നെ പെൺകുട്ടിക്ക് മാനസികമായ അസുഖമുണ്ട്. അവരൊക്കെ മരുന്ന് എന്താ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി മാസം ലോൺ അടയ്ക്കുന്ന വണ്ടിയാണ്. അതടയ്ക്കിയ വണ്ടി അതൊക്കെ പോയി. ഞങ്ങൾ മാസം അടക്കുന്നതാണ്. ഞങ്ങൾ കഴിയണത് എന്തോ പോലെയാണ്. മാസം കിട്ടിയിട്ട് അന്നൊന്നും ചിലവിനെ കഴിയുന്നത്. ഒരു 500 രൂപ ശമ്പളം കിട്ടിയിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഹസ്ബൻഡിനൊക്കെ ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ടാണ് മരുന്ന് വാങ്ങുന്നത്. എൻ്റെ നാത്തൂന് പെൻഷൻ കിട്ടുന്നുണ്ട്, എൻ്റെ അമ്മസാർക്ക് പെൻഷൻ കിട്ടും. അതിനാണ് മാസം അവർ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതൊക്കെ. അന്ന് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. വേറെ വഴിയൊന്നും ഞങ്ങൾക്കില്ല. UTV ന്യൂസ്, പാലക്കാട്.